ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി അരി കൊണ്ടുണ്ടാക്കിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ബർഫി റെസിപ്പിയാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പലഹാരമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടേക്കണേ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കി നോക്കാം. ഇതിനായി ആദ്യം തന്നെ സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്ത് ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ അരി നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം ഇതിന്റെ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 250 ml കപ്പിന്റെ അളവിൽ 1 കപ്പ് അരിയാണ്. ഈ ഒരു അളവനുസരിച്ചാണ് ഞാൻ ഇതിലേക്ക് ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസിന്റെ അളവും പറയുന്നത്. അപ്പോൾ ആ ഒരു കണക്കനുസരിച്ച് നമ്മൾ എടുത്താലേ ഇത് പെർഫെക്റ്റ് ആയിട്ടും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടും കിട്ടുള്ളൂ. ഇതിപ്പോൾ ഞാൻ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വറുത്തെടുക്കുന്നുണ്ട്. ഇതിലേക്കിനി ഈ ഒരു പലഹാരത്തിന് നല്ലൊരു മണത്തിന് വേണ്ടി ഒരു 2 ഏലക്ക കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിന്റെ കളറൊക്കെ ചേഞ്ചായി അരി നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അതുവരേക്കും നമ്മൾ കൈവിടാതെ ഇതേപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ഇതുപോലെ എല്ലാം ഒരുപോലെ നന്നായിട്ട് എല്ലാം ഒരേപോലെ റെഡിയായി കിട്ടുള്ളൂ. ഇപ്പോൾ ഇതാണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള പരുവം. ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിത് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ഇതേ പാനിൽ തന്നെ 250 ml കപ്പിന്റെ അളവിൽ 1/4 കപ്പ് കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. വറുത്ത കപ്പലണ്ടിയാണ്, അതുകൊണ്ട് ഇനി ഇത് ഒരുപാട് നേരിട്ട് വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മതി. ഇത് നമുക്ക് പൊടിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ഇതും നന്നായിട്ട് ഞാനൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ചൂടാറിയതിന് ശേഷം ആ ഒരു വറുത്തെടുത്തിട്ടുള്ള അരി മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഇതൊന്ന് പൊടിച്ചെടുക്കണം. ചൂടാറിയതിന് ശേഷം മാത്രമേ നമ്മളിത് പൊടിച്ചെടുക്കാൻ പാടുള്ളൂ. ഇപ്പോൾ നല്ല പോലെ ഞാൻ പൊടിച്ചെടുത്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് കപ്പലണ്ടിയാണ് പൊടിച്ചെടുക്കാനുള്ളത്. അതിനായിട്ട് ഞാനിവിടെ വീണ്ടും മിക്സിയുടെ ജാറ് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് മുഴുവൻ കപ്പലണ്ടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതും കൂടെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് ഈ ഒരു അരിയുടെ കൂടെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് രണ്ടും നന്നായിട്ട് പൊടിച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. ഫ്ലെയിം ഓണാക്കി കൊടുക്കണ്ട. ഇപ്പോൾ തന്നെ ഈ ഒരു പൊടി മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് 1/4 കപ്പ് അളവിൽ 1 കപ്പ് നിറയെ പാൽപ്പൊടിയാണ്. ഈ ഒരു അളവിൽ തന്നെ പാൽപ്പൊടി എടുക്കാൻ നോക്കുക, എന്നാലേ നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലെ മധുരത്തിനെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടുള്ള ഉപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് 250 ml കപ്പിന്റെ അളവിൽ 1 കപ്പ് വെള്ളത്തിൽ 200 ഗ്രാം ശർക്കര ഉരുക്കിയെടുത്തിട്ടുള്ളതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആ ഒരു കപ്പ് അളവിൽ തന്നെ 1 കപ്പ് വെള്ളവും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഒഴിച്ചു കൊടുത്ത് ഈ ഒരു വെള്ളത്തിന് പകരം നിങ്ങൾക്ക് പാൽ ഒഴിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒഴിച്ചു കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. കട്ടകളൊന്നും ഇല്ലാതെ നല്ലപോലെ കിട്ടാനായിട്ട് ഞാൻ ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ടാണ് ഇളക്കി കൊടുക്കുന്നത്. വിസ്ക് വെച്ചിട്ട് ഇളക്കി കൊടുക്കുമ്പോൾ ഈ ഒരു പാനിൽ സ്ക്രാച്ച് വീഴാതെ നോക്കണം. നോൺ സ്റ്റിക്കിന്റെ പാൻ ആയതുകൊണ്ട് ഇതിന്റെ ആ ഒരു പാനിൽ തട്ടാതെ ഈ മുകളിലുള്ള ഈ ഒരു മിക്സിൽ മാത്രം ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ചിരകിയ തേങ്ങയാണ്. അതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. 1/2 കപ്പ് അളവിലുള്ള തേങ്ങയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഞാൻ ഇതിലേക്ക് ഇതുപോലെ ഒരു പീസ് ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത്. നെയ്യ് ചേർത്ത് കൊടുക്കണം എന്നുള്ളവർക്ക് അത് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇല്ലാത്തത് കൊണ്ടാണ് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുള്ളത്. നെയ്യായിരുന്നാൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും അതിൻ്റെ ആ ഒരു മണമൊക്കെ ആകുമ്പോൾ. ഇനി ഇതിലേക്ക് 1/2 കപ്പ് അളവിലുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു ചൂട് തട്ടുമ്പോൾ ഈ ബട്ടറൊക്കെ നന്നായിട്ട് ഉരുകി വന്നോളും. ഫ്ലെയിം ഓണാക്കിയതിന് ശേഷം കൈവിടാതെ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഞാനിപ്പോൾ ഇട്ട് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ വെള്ളമെല്ലാം വറ്റി ഡ്രൈ ആയി ഇതുപോലെ പാനിൽ നിന്ന് വിട്ടുവരുന്ന ആ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും, ഒരുപാട് സമയമൊന്നുമില്ല. ഇതാണിപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള പരുവം. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു ട്രേയിലേക്കോ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ചോറ് കഴിക്കുന്ന സ്റ്റീലിൻ്റെ പാത്രത്തിലേക്കോ നമുക്കിതൊന്ന് മാറ്റണം. ഞാനിപ്പോൾ ഈ ഒരു പാത്രത്തിൽ നന്നായിട്ട് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് ഇത് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കുന്നത്. ആ ഒരു ചൂടോടെ തന്നെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ നമുക്ക് ചൂടാറിയതിന് ശേഷം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്ത് കഴിക്കാൻ പറ്റും. ഇതുപോലെ കട്ട് ചെയ്ത് തന്നെ കഴിക്കണമെന്നൊന്നുമില്ല. ഞാൻ വീഡിയോയിൽ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു രീതിയിലൊക്കെ ചെയ്തിട്ടെടുക്കുന്നത്. ഇത് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഉടനെ തന്നെ നമുക്ക് കൈ കൊണ്ട് ഒന്ന് ബോൾസ് ആക്കിയിട്ടെടുത്തിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഷേപ്പിൽ റെഡിയാക്കി എടുത്തോ കഴിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഷേപ്പാക്കി എടുത്തതിന് ശേഷം പിന്നെ ഞാനിതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ആകൃതിയിലൊക്കെ ഇത് കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇതാ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള അരി കൊണ്ടുണ്ടാക്കിയ ഒരു ബർഫി റെഡിയായി കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടാവുന്ന ഒരു അടിപൊളി സ്വീറ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.